ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. ഹജ്ജ് ക്ലാസ് അവസാനിച്ചു. ഹാജിമാർ യാത്രക്കൊരുങ്ങി. മനസ്സും ശരീരവും ഇനി മക്കയെ ലക്ഷ്യം വെച്ച് ശുഭ്രവസ്ത്രധാരികളായി മാറിക്കൊണ്ട് ലബ്ബൈക്കിന്റെ ഈരടികളുമായി മന്ത്രിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും മറ്റുള്ളവരെ പ്രാർത്ഥിപ്പിച്ചും നാഥന്റെ വിളിക്കുത്തരം നൽകി മഹാനായ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗസ്മരണകൾ പുതുക്കി ഹജ്ജ് ചെയ്യാൻ വെമ്പൽ കൊണ്ട് ഹാജിമാർ യാത്രക്കൊരുങ്ങിയിരിക്കുകയാണ്. മെയ് 26-ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരും. സൗദി എയർലൈൻസ് വിമാനത്തിലാണ് ഇത്തവണയും ഹാജിമാർ യാത്ര തിരിക്കുന്നത്. 24-ന് ഹജ്ജ് ക്യാമ്പ് പ്രവർത്തനം ആരംഭിക്കുമെന്നും വിശദീകരണവുമായി ഹജ്ജ് ജില്ലാ ഓർഗനൈസിംഗ് ഓഫീസർ കുഞ്ഞു മുഹമ്മദ്, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് അലി ദാരിമി, CA ഇദ്രോസ് ഹാജി തുടങ്ങിയവർ ചേരുന്നു. അതിനുശേഷം വാഹനത്തിൽ കയറി 480 കിലോമീറ്റർ സഞ്ചരിച്ച് 8-9 മണിക്കൂർ യാത്ര ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി യാത്രക്ക് ദിവസങ്ങൾ എണ്ണി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ട ക്ലാസ്, അതിൻ്റെ സാങ്കേതിക ക്ലാസ് ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഹാജിമാർ ഹജ്ജിന് പോകാൻ ഒരുങ്ങുമ്പോൾ അവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. എങ്കിലും വളരെ പ്രധാനമായി ഹാജിമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ ജീവിത വിശുദ്ധി പൂർണ്ണമായും നേടിയെടുക്കാൻ നമ്മയൊക്കെ നിയന്ത്രിക്കുന്ന, നമ്മെ ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന അല്ലാഹു, അവൻ വിളിച്ച് അവൻ്റെ അതിഥിയായി വിശുദ്ധ സൗദി അറേബ്യയിലെ മക്കത്തുൽ മുക്കർറമയിലേക്കും മദീന മുനവ്വറയിലേക്കും ഒക്കെ പോകുമ്പോൾ അങ്ങോട്ട് എത്തിച്ചേരാനുള്ള മാനസികമായ അവസ്ഥ നാം സംശുദ്ധീകരിക്കുക. ഇപ്പോൾ ഹജ്ജ് ക്ലാസ്സിന് പങ്കെടുത്തിരിക്കുന്നത്. ഇന്ന് 700ഓളം വരുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും മേൽപ്പറയപ്പെട്ട 8 നിയോജക മണ്ഡലങ്ങളിലെ ഹാജിമാരും ഹജ്ജുമ്മമാരും ഇന്ന് ഈ കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെൻറ്ററിലെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ 2ാം ഘട്ട ക്ലാസ്സിൻ്റെ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, അങ്കമാലി, കോതമംഗലം ക്ലാസ് തണ്ടേക്കാട് മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച രാവിലെ 8:30-ക്ക് രജിസ്ട്രേഷനും 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്ന രീതിയിൽ 12:30-ക്ക് അവസാനിക്കുന്ന രീതിയിലാണ് എറണാകുളം ജില്ലയിലെ ഹജ്ജ് കമ്മിറ്റിയുടെ കോർഡിനേറ്ററും ഹജ്ജ് ട്രെയിനർമാരും കൂടി നടത്തുന്നത് എന്ന കാര്യവും അറിയിച്ചുകൊള്ളുന്നു. നിലവിൽ നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആദ്യ ഫ്ലൈറ്റ് എന്നാണ് പുറപ്പെടുന്നത്? ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം നമ്മളുടെ അറിവ്, നമുക്ക് ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പല്ല, എന്നാലും അവരുടെ അറിയിപ്പനുസരിച്ച് മെയ് 26-ാം തീയതി ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നാണ്. ഇതുവരെ അതിൻ്റെ യാത്രയുടെ ഷെഡ്യൂളൊന്നും വന്നിട്ടില്ല. ഹാജിമാരുടെ അവരെല്ലാം അതിൻ്റെ മുന്നൊരുക്കത്തിലാണ്. കൃത്യമായ ഷെഡ്യൂൾ ഇനിയും വരാനുണ്ട്. ക്യാമ്പും അതിൻ്റെ സ്വാഗത സംഘം 13-ാം തീയതി അടുത്ത ദിവസം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ, ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരുടെ നേതൃത്വത്തിൽ, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ സിയാലിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ആ വിവരവും ഹജ്ജ് കമ്മിറ്റി അറിയിക്കുന്ന മുറയ്ക്ക് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് ട്രെയിനർമാരും എല്ലാ കാര്യങ്ങളും. നമ്മുടെ ജില്ലയിൽ നിന്ന് എത്ര ഹാജിമാരാണ് ഇത്തവണ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചുള്ള? 1544 പേരാണ് ഈ സമയം വരെ ഉള്ളത്. പുരുഷ ഹാജിമാരും സ്ത്രീ ഹാജിമാരും. വേറെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇനി വരുമോ എന്നുള്ളത് ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ 2024 വരെയാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് വിളിക്കപ്പെട്ടിട്ടുള്ളത്. പുതിയ അപ്ഡേഷൻ ഇതുവരെയും വന്നിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, നമ്മുടെ നജാത്ത് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ അള്ളാഹുവിൻ്റെ അതിഥികളായി ഈ വർഷം ഹജ്ജിന് പോകുന്ന മുഴുവൻ ഹാജിമാരുടെയും ട്രെയിനിങ് നടക്കുകയാണ്. ഇന്ന് രാവിലെ ആണ് ട്രെയിനിങ് തുടങ്ങിയത്. ഇത് ഈ വർഷത്തെ ഹാജിമാർക്കുള്ള അവസാന ട്രെയിനിങ്ങാണ്.
അവരെ അമീർമാർക്കും കൂടെ പോകുന്നവർക്കുമുള്ള ട്രെയിനിങ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഇന്നലെ ആലുവ ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.